പൃഥ്വിരാജിൻ്റെ ഐ നോബഡി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നാളെ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പുനരാരംഭിക്കും. ലോക ചാപ്റ്റർ 2 സിനിമയുടെ ചിത്രീകരണം ഈ വർഷം തന്നെ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ 2027 ഓണം റിലീസായിട്ടായിരിക്കും സിനിമ എത്താൻ പോകുന്നത്. നിലവിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരാശക്തി സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. TNL ഇന്നായിരിക്കും സിനിമയുടെ ബുക്കിംഗ് തുടങ്ങുന്നത്. നെസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന സിനിമ ഈ വർഷം മെയ് 15-നാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സർവമായ സിനിമ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടിയോളം രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. നിവിൻ പോളിയുടെ ആദ്യത്തെ 100 കോടി ചിത്രമായിട്ട് സർവമായ മാറിയിട്ടുണ്ട്. സിനിമയുടെ 11 ദിവസത്തെ കേരള കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ ആദ്യ ദിവസം 3 കോടി 50 ലക്ഷം, രണ്ടാം ദിവസം 4 കോടി 10 ലക്ഷം, മൂന്നാം ദിവസം 4 കോടി 93 ലക്ഷം, നാലാം ദിവസം 5 കോടി 65 ലക്ഷം, അഞ്ചാം ദിവസം 4 കോടി 42 ലക്ഷം, ആറാം ദിവസം 4 കോടി 43 ലക്ഷം, ഏഴാം ദിവസം 3 കോടി 52 ലക്ഷം, എട്ടാം ദിവസം 5 കോടി, ഒമ്പതാം ദിവസം 4 കോടി 94 ലക്ഷം, പത്താം ദിവസം 4 കോടി 79 ലക്ഷം, 11-ാം ദിവസം 5 കോടി 72 ലക്ഷം. അങ്ങനെ സിനിമയുടെ 11 ദിവസത്തെ കേരള കളക്ഷൻ 51 കോടി രൂപയാണ്. അങ്ങനെ സിനിമ കേരളത്തിലും 50 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 8 കോടി 15 ലക്ഷം രൂപയാണ് കളക്ഷൻ കിട്ടിയത്. 11 ദിവസത്തെ സിനിമയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 59 കോടി 15 ലക്ഷമാണ്. സർവമായ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുക.